+1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് MSF പ്രവർത്തകരുടെ പ്രതിഷേധം. RDD ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, RDD ഓഫീസ് പൂട്ടിയിട്ടാണോ MSF പ്രവർത്തകരുടെ ഉപരോധം? ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്? ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധിച്ചത്. ഈ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ പോലീസ് സന്നാഹമെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോഴെന്തായാലും പ്രവർത്തകരെ ഈ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇതിൽ ഈ MSF പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റുള്ളവരുമെല്ലാം തന്നെ ആരോപിക്കുന്ന ഗൗരവകരമായ ഒരു കാര്യം മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് മലപ്പുറത്താണ്. 32,000-ലധികം വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് മാത്രം സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ അലോട്ട്മെന്റ് എന്നുള്ളത് ഈ അവസാന അലോട്ട്മെന്റ് കൂടിയാണ്. അത് ഇനി ഉള്ളത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ്. ഈ എല്ലാ അലോട്ട്മെന്റും കഴിഞ്ഞ് ഇനി വെറും 44 സീറ്റുകൾ മാത്രമാണ് മലപ്പുറത്ത് ബാക്കിയുള്ളത്. പക്ഷേ മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും സീറ്റ് ലഭിക്കാത്ത ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുള്ള സമരമാണ് നടന്നത്. എന്തായാലും സമരക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നമ്മൾ മലബാറിൽ ആകെ നോക്കുമ്പോൾ ഇനി ഉള്ളത് 1332 സീറ്റുകളാണ് ബാക്കിയുള്ളത്. എന്നാൽ ഈ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണമാവട്ടെ 64,227 ആണ്. ഇതിൽ മലപ്പുറം ജില്ലയിൽ 22,000 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 7,000-ഓളം കുട്ടികൾ മറ്റ് ജില്ലകളിൽ നിന്ന് ാണ്. ഇവരെ അങ്ങ് പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയാലും 24,804 വിദ്യാർത്ഥികൾക്ക് ഇനിയും മലപ്പുറത്ത് സീറ്റില്ല. ഇതിൽ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികളും ഇപ്പോൾ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. 44 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ള 11,545 കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നു. അവിടെയുള്ള ആകെ ഒഴിവുകളാകട്ടെ 272 ആണ്. കോഴിക്കോട് ജില്ലയിൽ 12,457 കുട്ടികൾ ഇപ്പോഴും +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ആകെ ഒഴിവുള്ളത് വെറും 17 സീറ്റ് മാത്രമാണ്. വയനാട് 316 കുട്ടികൾ പുറത്തു നിൽക്കുന്നു. അവിടെ ഉള്ളത് 91 സീറ്റുകളാണ് ബാക്കിയുള്ളത്. കണ്ണൂര് 7,470 കുട്ടികൾ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു. വെറും 414 സീറ്റുകളാണ് അവിടെ ബാക്കിയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 4,935 കുട്ടികൾ പുറത്തു നിൽക്കുന്നു. 494 സീറ്റുകളാണ് ഇവിടെ ബാക്കിയുള്ളത്. ഈ രീതിയിൽ 64,000-ലധികം വിദ്യാർത്ഥികൾ മലബാറിൽ ആകെ. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി മലപ്പുറത്താണ്. മലപ്പുറത്ത് മുഴുവൻ A+ ലഭിച്ചിട്ടും സീറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ കാര്യമാണ്. ഇതിൽ പ്രതിഷേധിച്ചുള്ള സമരമാണ് നടന്നത്. കഴിഞ്ഞ ദിവസം MSF പ്രവർത്തകർ RDD ഓഫീസിനകത്ത് കയറി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് സമരം തുടങ്ങിയതിൽ 10-ൽ താഴെ പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വലിയൊരു പോലീസ് സന്നാഹമെത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. +1 സീറ്റില്ലാത്ത പ്രതിസന്ധി എന്നുള്ളത് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത് അതീവ ഗൗരവകരമാണ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലയിലാണ് വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഇതിന് ഇനി പുതിയ ബാച്ചുകൾ വരിക എന്നല്ലാതെ മറ്റൊരു പോം വഴി ഇല്ല. പക്ഷേ സർക്കാർ അംഗീകരിക്കാത്ത ഒരു സമാനമായ രീതിയിൽ കോഴിക്കോട് RDD ഓഫീസിൽ ഉപരോധ സമരമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചന കൂടിയാണോ ഇത്? തീർച്ചയായും ഇനി അലോട്ട്മെന്റുകൾ എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ്. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ സ്കൂളുകൾ ചേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ മാറ്റങ്ങളാണ്. ഇനി ബാക്കിയുള്ള വേക്കന്റായി കിടക്കുന്ന
മലപ്പുറത്ത് 24,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ വെറും 44 സീറ്റുകൾ മാത്രമാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ സമരം ചെയ്യുക എന്നല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് KSU വിദ്യാഭ്യാസ ഓഫീസിലേക്ക് DD ഓഫീസിലേക്ക് ഈ പ്രതിഷേധ പ്രകടനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരത്തിനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു തരത്തിലും ബാച്ചുകൾ വർദ്ധിപ്പിക്കില്ല, അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്തായാലും ശക്തമായ സമരവുമായി വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോകും എന്നതിൽ തർക്കമില്ല. കാരണം നിരവധി വിദ്യാർത്ഥികളാണ്, ഈ 60,000-ലധികം വിദ്യാർത്ഥികളാണ് മലബാറിലെ ഈ ജില്ലകളിലായി പുറത്ത് നിൽക്കുന്നത്. ഈ പ്രതിസന്ധിക്ക് സർക്കാർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും ശക്തമായ സമരത്തിന് തന്നെയാണ് സാധ്യത. ദിവ്യ. സാധ്യത ഇപ്പോൾ പ്രവർത്തകരെയെല്ലാം അവിടെ RDD ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണോ? അറസ്റ്റ് ചെയ്ത് നീക്കിയാലും പുറത്ത് പ്രതിഷേധം തുടരാനാണോ MSF നീക്കം? ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എങ്കിലും മുകളിൽ ഈ പ്രവർത്തകർ ഉണ്ടോ എന്നൊരു സംശയത്തിൽ വീണ്ടും പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഏതാണ്ട് ഒരു 10-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീറിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. ഈ ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സമാനമായ ഒരു പ്രതിഷേധം ഉണ്ടാകും. ഇന്ന് KSU പ്രവർത്തകർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സമാനമായ രീതിയിലുള്ള ഈ പ്രതിഷേധ പരിപാടികൾ നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ RDD ഓഫീസ് കേന്ദ്രീകരിച്ചാണ് MSF പ്രവർത്തകർ ഉണ്ടായിരുന്നത്. അവരെ ഒരു വിഭാഗം പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഈ സിവിൽ സ്റ്റേഷന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നിരുന്നു. അവരെ കൂടി ഈ മാറ്റുവാനായി പോലീസ് പോവുകയാണ്. ഈ സിവിൽ സ്റ്റേഷന്റെ 3-ാം നിലയിലാണ് ഈ RDD ഓഫീസ് ഉള്ളത്. ഈ RDD ഓഫീസിൽ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് വലിയ പ്രതിഷേധമാണ് നടന്നത്. ഇന്ന് ഈ ഉപരോധ സമരം വളരെ പെട്ടെന്ന് തന്നെ ഈ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു. ദിവ്യ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിലാണ്. മലപ്പുറത്ത് MSF പ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തിയത്, പ്രതിഷേധം നടത്തിയത്. പക്ഷേ MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. പ്രവർത്തകരെയെല്ലാം ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. താൽക്കാലിക പരിഹാരമല്ല, ശാശ്വത പരിഹാരമാണ് വേണ്ടത്. മലപ്പുറത്തടക്കം അതിഗുരുതരമായ പ്രതിസന്ധിയാണുള്ളത്. മുഴുവൻ A+ നേടിയാൽ പോലും സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ സർക്കാർ ഇടപെടണം, അധിക ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് MSF പ്രവർത്തകരുടെ പ്രതിഷേധം. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.